അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചാൽ റൈറ്റിംഗ് പാരഗ്രാഫ് ആയിരുന്നു. അപ്പോൾ ആ റൈറ്റിംഗ് പാരഗ്രാഫിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു ടോപ്പിക് വൈസ് ആയിരിക്കണം. ആ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക് എഴുതിയതിനുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? പാരഗ്രാഫ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആ പാരഗ്രാഫ് എന്ന് വിളിക്കണേ തന്നെ അതിന് എന്തുകൂടി വേണമെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്ന ആ ടോപ്പിക് മെയിൻ ടോപ്പിക്കിൽ നമുക്ക് എന്തുകൂടി വേണം? ഒരു കണ്ടിന്യൂഷനും കൂടി വേണം. അപ്പം കണ്ടിന്യൂഷനും സിസ്റ്റമാറ്റിക്കും ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റൈറ്റിംഗ് പാരഗ്രാഫ് എന്ന് വിളിക്കുക. അപ്പം നമുക്കൊരു നല്ലൊരു ഗുഡ് പാരഗ്രാഫ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത്. അതായത് പാരഗ്രാഫ് എങ്ങനെയാവണം? സിസ്റ്റമാറ്റിക് ആവണം, വേണ്ടേ? അപ്പോൾ ആ സിസ്റ്റമാറ്റിക് ആയതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റീവ്സിൽ പറയാനുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും എങ്ങനെയുള്ളതായിരിക്കണം? സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഈ ഒബ്ജക്റ്റീവ്സിൽ തന്നെ ഒരു മെയിൻ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സ്മാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ സ്മാർട്ട് എന്ന് പറയുന്നത് ഈ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില വാക്കുകളുടെ മെയിൻ എടുത്തിട്ടുള്ളതാണ് സ്മാർട്ട് എന്ന് എഴുതിയത്. അപ്പോൾ സ്മാർട്ട് എന്ന് പറയുമ്പോൾ എസ് ഫോർ സ്പെസിഫിക്, എം ഫോർ മെഷറബിൾ, എ ഫോർ അച്ചീവ്മെൻറ്റ്, ആർ ഫോർ റെലവൻറ്റ്, ടി ഫോർ ടൈം ബോണ്ടഡ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായി? ഒബ്ജക്റ്റീവ്സ് ആയി. ഈ ഒബ്ജക്റ്റീവ്സ് ആയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗുഡ് പാരഗ്രാഫ് കിട്ടും. അപ്പോൾ ഇതിലെ ഓരോ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പെസിഫിക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് സ്പെസിഫിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വെച്ചാൽ ക്ലിയർ, നമ്മൾ തുടങ്ങുന്ന മെയിൻ ടോപ്പിക്, അതായത് പാരഗ്രാഫിൽ തന്നിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യണം? ക്ലിയർലി ഡിഫൈൻ ചെയ്തതായിരിക്കണം. ക്ലിയർലി ഡിഫൈൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കത് ഒരു വ്യക്തിക്ക് ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ, പാരഗ്രാഫ് മീൻസ് ഒരു എസ്സേ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ വായിക്കുമ്പോൾ അവർക്ക് എന്ത് തോന്നണം? ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡ് വേണം. അപ്പോഴാണ് അത് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ, അത് സ്പെസിഫിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒബ്ജക്റ്റീവിലത്തെ ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. ആ സ്പെസിഫിക് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ക്ലിയർലി ഡിഫൈൻ ചെയ്തതായിരിക്കണം. അതായത് പാരഗ്രാഫിലെ മെയിൻ ടോപ്പിക്ക് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തത് ആയിരിക്കണം. അത് വേറൊരാൾക്കും ആരൊക്കെ വായിക്കുമ്പോഴും അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റണം. അപ്പോൾ അതിനെ എന്ത് വിളിക്കാം? ഒരു സ്പെസിഫിക് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. മെഷറബിൾ എന്ന് പറഞ്ഞാൽ നമ്മളത് അളവ് തൂക്കി അളവുകോല് അതുപോലെ. അപ്പം മെഷറബിൾ എന്താണ്? പാരഗ്രാഫിലെ മെഷറബിൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിന് ആപ്റ്റായ സ്ഥലത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് മെഷർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ സെൻറ്റൻസിൽ നമ്മൾ ആ ടോപ്പിക്കിൽ നമ്മൾ സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടത്. തേർഡ് വൺ എന്ന് പറയുന്നത് അച്ചീവബിൾ ആണ്. അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഏതെങ്കിലും ഒരു ഫിക്ഷൻസ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മളതിൽ ഉപയോഗിച്ചുള്ള വാക്കുകൾ, റിസോഴ്സുകൾ അതൊക്കെ എന്തായിരിക്കണം? റെലവൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ ഏതെങ്കിലും ഇപ്പോൾ പൊല്യൂഷനെ കുറിച്ചിട്ടാണെന്ന് വിചാരിക്കാം. പൊല്യൂഷനെ കുറിച്ചിട്ട് നമ്മൾ എഴുതുന്നുണ്ട് എങ്കിൽ ഈ പൊല്യൂഷനിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ അത് നമുക്ക് വ്യക്തമുള്ളതും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഏതിലെഴുതേണ്ടത്? പാരഗ്രാഫ് സെൻറ്റൻസിൽ എഴുതേണ്ടത്. അതാണ് എന്തെന്ന് പറയുന്നത്? അച്ചീവബിൾ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സോഴ്സുകൾ അങ്ങനെയുള്ളത് അതൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെലവൻറ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ തന്നത് എക്സാമ്പിൾ ഒരു പൊല്യൂഷനെ കുറിച്ചിട്ടാണ് ഒരു പാരഗ്രാഫ് എഴുതാൻ തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ നമുക്ക് വേറൊരാൾക്കത് വായിക്കുമ്പോൾ എന്ത് കിട്ടണം? അവർക്കൊരു ഓവർഗോൾ കിട്ടണം, വേണ്ടേ? പാരഗ്രാഫ് എഴുതുമ്പോൾ മറ്റുള്ളവരും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അതിൽ നിന്ന് ഒരു ഓവർഗോൾ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഇതിൽ വേണ്ടത്. അതായത് പൊല്യൂഷനെ കുറിച്ച് പറയുന്നതിന് തന്നെ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ വരൂലേ? അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിതിന്
വായിക്കുന്നവന് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവരിൽ നമ്മുടെ സെൻറ്റൻസിൽ എന്തിരിക്കണം, ഓവർ ഗോൾ, പ്രയോറിറ്റി ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ടൈം ബോണ്ടഡ് എന്ന് പറയുന്നത് പാരഗ്രാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് എവിടെ നിർത്തണം എന്നറിയാത്ത തരത്തിലുള്ള ഒരു പാരഗ്രാഫിൻ്റെ എൻഡിങ് ആവാൻ പാടില്ല. മാറ്റർ പറയാം, പിന്നെ അതിൻ്റെ ആവശ്യകത പറയാം, പിന്നെ അതിൻ്റെ മെറിറ്റ് പറയാം, അതിൻ്റെ ഡീമെറിറ്റ് പറയാം, അതിൻ്റെ കൺക്ലൂഷൻ സമ്മപ്പ് പറയാം. അങ്ങനെയൊക്കെ ആകുമ്പോഴും എന്താവും, അതവിടെ വൈൻഡപ്പ് ഒരു ടൈം ഓറിയൻറ്റഡ് ആയി തീരും അല്ലേ. അപ്പോൾ എന്തിലുണ്ടായിരിക്കണം, പാരഗ്രാഫ് റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം, അത് ടൈം ബോണ്ടഡ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റിംഗ് പാരഗ്രാഫിലെ സെക്കൻഡ് എന്ന് പറയുന്നത് സ്റ്റഡി ഗൈഡാണ്. സ്റ്റഡി ഗൈഡിൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണുള്ളത്. സ്റ്റഡി ഗൈഡിലും എന്ത് തന്നെയാണ്, റൈറ്റിംഗ് പാരഗ്രാഫിൻ്റെ ഓർഗനൈസേഷനാണ് വേണ്ടത്. ഏതിൽ, സ്റ്റഡി ഗൈഡിൽ. നമ്മളിപ്പോൾ ഏതൊരു വിഷയം എടുത്താലും നമുക്കൊരു സ്റ്റഡി ഗൈഡ് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ലൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവരിൽ നമ്മൾ സെൻറ്റൻസിലൂടെ എത്തിക്കാൻ പറ്റൂലേ. അപ്പം നല്ലൊരു സ്ട്രക്ചർ ആയിരിക്കണം ഏതിലുണ്ടാവേണ്ടത്, മെയിൻ ടോപ്പിക്കിൽ, പാരഗ്രാഫിൻ്റെ മെയിൻ ടോപ്പിക്കിൽ ഉണ്ടായിരിക്കണം നല്ലൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതാണ് സ്റ്റഡി ഗൈഡ്. ഈ സ്റ്റഡി ഗൈഡിൽ തന്നെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ, സ്റ്റഡി ഗൈഡിൽ വേണ്ടുന്ന മെയിൻ കാരണങ്ങളാണ് ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. പിന്നെ അതിനെന്ത് വേണം, ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി വേണ്ടേ, നമ്മൾ എഴുതുന്ന കാര്യത്തിന് എന്താണെന്ന് നമുക്ക് ക്ലാരിറ്റി കൊടുക്കാനും സാധിക്കണം. പിന്നെ കൊഹറൻസ് പറഞ്ഞാൽ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ പാരഗ്രാഫ് റൈറ്റിംഗ് എഴുതുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റഡി ഗൈഡ് ചെയ്യുമ്പോഴും കൂടി പിന്നെ പാരഗ്രാഫ് റൈറ്റിങ്ങിൽ ഉപയോഗപ്പെടുത്തണം.